Assalamualaikum warahmatullahi wabarakatuh. നമസ്കാരം ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത ഒരു ഐറ്റമാണ്. നമ്മുടെ കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ എന്തായാലും ഇത് തുറക്കുകയാണ്. ആമസോണിൽ ഇയർ എൻഡ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ആ ഇയർ എൻഡ് സെയിലാട്ടോ ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. നല്ല റേറ്റ് കുറഞ്ഞിട്ട് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ നമുക്ക് തുറക്കാം. എന്നാലും കവർ കീറി എടുത്തിട്ടുണ്ട്. ഇനി സിസേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്താ ഐറ്റം എന്ന് നോക്കാമല്ലോ. വലിയൊരു കവറൊക്കെ ഉണ്ട്. ഈ കവറൊക്കെ മാറ്റാം നമുക്ക്. ഇതുണ്ട്, ഒരു ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ആൽഫയുടെ പ്രൊഡക്റ്റാണ്. ആൽഫ ഗ്ലോബലിൻ്റെ 10.5 ഇഞ്ച് സ്ക്വയർ പാൻ ഉണ്ട്. ഇത് നമുക്കിത് തുറക്കാം. ബോക്സൊക്കെ ഓൾറെഡി പൊട്ടി പോന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടോ നമ്മുടെ കാസ്റ്റ് അയൺ സ്കില്ലറ്റ്. നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ? ഇത് ആൽഫ ഗ്ലോബൽ നോൺ സ്റ്റിക്ക് കാസ്റ്റ് അയൺ ഗ്രിൽ പാനാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10.5 ഇഞ്ചസ് ആണ് കേട്ടോ. അതുപോലെ ഈ ഡിസ്റ്റൻസ്, അതായത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ കണ്ടില്ലേ, ഈ ഹാൻഡിലിൻ്റെത് 5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഒരു രണ്ട് വലിയ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യാം. വലുത് ചെറുതാണെങ്കിൽ 3-4 ഗ്രില്ല് ചെയ്യാനുള്ള വലിപ്പമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റിക്കാണ്. പിന്നെ ഇത് കാസ്റ്റ് അയൺ കൂടിയാണ് കേട്ടോ. സാധാരണ അധികവും കിട്ടാറ് നോൺ സ്റ്റിക്ക് വിത്ത് അലുമിനിയം കേട്ടോ. ഇത് പക്ഷേ ഇത് കാസ്റ്റ് അയൺ പ്രൊഡക്റ്റാണ്. കാസ്റ്റ് അയൺ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഹെൽത്തി പ്രിപ്പറേഷൻ ചെയ്യാം. പിന്നെ ഇതിന് 67% ഓഫർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് 2,999 രൂപയായിരുന്നു. ഞാനിത് പർച്ചേസ് ചെയ്തത് 999 രൂപയ്ക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇയർ എൻഡിൽ വിറ്റൊഴിക്കലുണ്ടായിരുന്നത്, അപ്പോൾ വാങ്ങിച്ചതാട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കാറുണ്ട്, ഇങ്ങനെ ഓഫറൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം 3000 രൂപ കൊടുത്തിട്ട് നമ്മളൊരു സ്കില്ലറ്റ് വാങ്ങിക്കാറുണ്ട്, കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. അവിടെ ഈ 999, അതായത് 1000 രൂപ കൊടുത്താൽ നമുക്കൊരു നല്ലൊരു സ്കില്ലറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാലും നല്ലത് തന്നെയല്ലേ. നമുക്ക് ചെറുതായിട്ട് കുറച്ച് ഐറ്റം ഗ്രില്ല് ചെയ്യണം എന്നൊക്കെ വിചാരിക്കാം. ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഈ ചെറുതായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓവനും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, സ്റ്റൗ ടോപ്പിൽ തന്നെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കൂടി കേട്ടോ ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇതിന് മുൻപ് ഞാൻ ഔട്ട്ഡോർ ഗ്രില്ല് ചെയ്തത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഗ്രീൻ ചിക്കൻ്റെ. അതുപോലെ തന്നെ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനൊരു ഗ്രിൽ പാൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ, അത് വിചാരിച്ച് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും കൂടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രിൽ പാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു കിടിലൻ റെസിപ്പി ഉണ്ടാക്കിയാലോ. ഫിഷ് വേണോ, മീറ്റ് വേണോ, ചിക്കൻ വേണോ, അതോ വല്ല വെജിറ്റേറിയൻ ഗ്രില്ലായാലോ? എന്തായാലും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഞാനിവിടെ മട്ടൺ ഗ്രില്ലാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ കനം കുറച്ച്, കണ്ടില്ലേ, ഇത്രയും കനം കുറച്ചിട്ട് ഒരു 1/2 ഇഞ്ച് തന്നെ ഇല്ല, അത്രയും കനം കുറച്ചിട്ട് മട്ടനെ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 4 പീസാണ് ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പീസിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ച് ചതച്ചെടുക്കാം. പെട്ടെന്നൊന്ന് കുക്കായി വരുന്നത് വേണ്ടിയിട്ടാട്ടത്. അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ അകത്തോട്ട് പിടിക്കുകയും ചെയ്യും. ഹാമറൊക്കെ ഉണ്ടെങ്കിൽ ഹാമർ കൊണ്ട് ചെയ്യാം. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടേ. ഓരോന്നിനെയായിട്ട് കണ്ടോ, ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ചേർക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. തൈര് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള തൈര് തന്നെയാട്ടോ ഇത്. ഈ ആസിഡിക് മീഡിയത്തിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മീറ്റിലെ കൊളാജനൊക്കെ ബ്രേക്ക് ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് ഗ്രില്ലിംഗ് ആണ്. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ കഴിയുന്നത്ര ഒരു ആസിഡിക് മീഡിയത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ തൈരിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നാരങ്ങയുടെ 1/2 പീസ് ഒഴിക്കുന്നുണ്ട് ഇതിലോട്ട്. ഒരുപാടൊന്നും വേണ്ട, നമ്മളാകെ 4 പീസ് ഗ്രില്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 1/2 പീസ് മതി. അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. കുറച്ച് അധികം തന്നെ ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നത് നല്ലതാണ്. ഇവിടെ ഞാൻ 5-6 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, ഏകദേശം 1 ഇഞ്ച് നീളത്തോളമുള്ള ഇഞ്ചിനെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് ലീവ്സൊക്കെ ചേർക്കുന്നുണ്ട്. ഇത് മല്ലിയിലയാണ്, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പുതിന ഇലയും, കുറച്ച് പുതിന ഇലയും കൂടെ ചേർക്കാം.
ഇനി നമുക്ക് ഉപ്പൊക്കെ വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഉപ്പും എണ്ണയൊക്കെ ചേർക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്ത മിക്സ് ആട്ടോ അത്. ഞാൻ ഇത് പാനിലോട്ട് ചേർക്കുകയാണ്. ഇതിലോട്ട് ഞാൻ ഒലിവ് ഓയിൽ ഒഴിക്കാൻ 1 ടേബിൾ സ്പൂണൊക്കെ ഒലിവ് ഓയിൽ മതി. അടുത്തതായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ. നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഈ ഗ്രേവിയിൽ നിന്ന് ഈ മട്ടൺ പീസ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഗ്രില്ല് ചെയ്താൽ മതി. നമ്മൾ ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. കുരുമുളക് പൊടി ചേർക്കണം, എരിവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മട്ടനെ കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും വയ്ക്കണം. 7-8 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ മട്ടൺ ഗ്രില്ല് ചെയ്തതിന് ശേഷം നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും. ഈ മസാലയൊക്കെ മട്ടണിൽ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ചിക്കനും ഗ്രില്ല് ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ, അതുപോലെ തന്നെയാണ്. എന്തായാലും ഞാനിതിനെ അടച്ച് വെക്കുകയാണ്. കുറച്ച് സമയം ഇരിക്കട്ടെ, കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ഇരിക്കട്ടെ. അതിന് ശേഷമാണ് ഞാൻ ഈ മട്ടനെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ ഗ്രേവിയോടെ അല്ല, ഗ്രേവിയിൽ നിന്ന് മട്ടൺ പീസൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഗ്രേവിയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഗ്രില്ലിലോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ഗ്രേവി ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് കരിഞ്ഞു പിടിക്കും. നമ്മുടെ കാസ്റ്റ് അയൺ ഗ്രില്ലാണ് കേട്ടോ, അത് നോൺ സ്റ്റിക്കാണ്. അത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്യാം. നന്നായിട്ട് ചൂടായി വരട്ടെ. ഞാനിത് ഈസി കുക്കിൻ്റെ മുകളിൽ വെച്ച് നോക്കിയായിരുന്നു കേട്ടോ. ഈസി കുക്കിലും നമ്മുടെ ഈ കാസ്റ്റ് അയൺ ഗ്രില്ല് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രില്ല് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. നല്ല ചൂട് തന്നെയുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടനെ ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യണേ. ഇതിലധികമുള്ള മസാലയൊക്കെ കളയണം കേട്ടോ. ഇത് നോൺ സ്റ്റിക്കാണ് ഗ്രില്ല്, അതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല. ഇതിന് മുകളിലായിട്ട്, ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് നമുക്ക് മട്ടൺ വയ്ക്കാം. ഫ്ലെയിം ഞാൻ നന്നായിട്ട് കുറച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ മട്ടൺ കുക്കായി വരട്ടെ. ഈ ഫ്ലെയിം കുറച്ച് വെച്ചപ്പോഴും മട്ടണിന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് മട്ടൺ നന്നായിട്ട് കുക്കായി വരട്ടെ. എന്തായാലും ഞാൻ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെയാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുന്നില്ല, കരിഞ്ഞു പോകും. പിന്നെ മട്ടൺ കുക്കായി വരുമില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് കുക്കായി വരികയും ചെയ്യും. ഈ മട്ടണിന് ഇറങ്ങിയ വെള്ളം കൊണ്ട് തന്നെ ഒരുവിധം മട്ടനൊക്കെ കുക്കായി വരും. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റായി നമ്മുടെ മട്ടന്. ഇതിനൊന്ന് തിരിച്ചിടുകയാണ് കേട്ടോ. മട്ടനിന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും കിടന്നിട്ട് കുക്കായി വരട്ടെ. നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മട്ടൻ മുഴുവനായിട്ട് കുക്കായി വരില്ല കേട്ടോ. ചിക്കനും ഫിഷും ഒക്കെ ആണെങ്കിൽ ഇത്രയും ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മട്ടൺ ആകുമ്പോൾ ഒന്നുകൂടെ ടൈം വേണ്ടി വരും. ഇവിടെ നോൺ സ്റ്റിക്ക് പാനാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ ഗ്രില്ലായതിന് ശേഷം വേണമെങ്കിൽ മട്ടൺ പീസിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുക്കുകയൊക്കെ ചെയ്യാം. കുറഞ്ഞ ഫ്ലെയിമിലാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മട്ടൺ ഒരുവിധമൊക്കെ ഗ്രില്ലായി വന്നിട്ടുണ്ട്. 1 മണിക്കൂറായി ഇപ്പോൾ ഞാൻ ഈ മട്ടൺ ഗ്രില്ലാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ കുക്കായി വന്നിട്ടുണ്ടാവും. ഇതിൽ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആകെ പാനിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ മട്ടനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയാണേ. ഇതിൽ നിന്നൊക്കെ എണ്ണയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ പീസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇവിടെ ഞാൻ പാനിൽ കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് പിക്കിളൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പിക്കിളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 4 പീസാണ് മട്ടൺ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ചാർക്കോൾ ഗ്രില്ലിലൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഓവനിലൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന പോലെ തന്നെയോ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ നമുക്ക് ഈ മട്ടനെ. നമുക്ക് ചെറിയൊരു പീസ് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, കറക്റ്റിനെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റിനെ മുറിച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ടേസ്റ്റ് കൂടെ നോക്കുകയാണേ. ശരിക്കും കുക്കായിട്ടുണ്ട്.
നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെ ഗ്രില്ല് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ ഗ്രില്ലൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ ഓവനിൽ വെക്കേണ്ട ആവശ്യമില്ല. സ്റ്റവ് ടോപ്പിൽ തന്നെ നമ്മുടെ ഗ്രിൽ പാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചിട്ട് സെർവ് ചെയ്താലും മതി കേട്ടോ. നല്ല ചൂടുണ്ടേ. 2-3 പീസുകളൊക്കെ ആക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇത് മട്ടൺ ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഫിഷും ചിക്കനും ഒക്കെ ഗ്രില്ല് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇതേ പാൻ ഉപയോഗിച്ചിട്ട് തന്നെ. ഇതേപോലെ തന്നെ നമുക്ക് ഈ പീസുകൾ മുഴുവനും മുറിച്ച് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. പാൻ ആകെ എണ്ണയൊക്കെ കരിഞ്ഞ് പിടിച്ചായിട്ടുണ്ട്. ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും പലരും വിചാരിക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യണേ. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് സ്ക്രബ് ഉപയോഗിച്ചിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി തണുത്തതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഇനി ഇത് തണുത്ത് വരാൻ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോഴേക്കിനും മട്ടന് ചൂടാറി പോകും. അതിന് മുമ്പേ വേഗം തന്നെ മട്ടൻ ഗ്രില്ല് കഴിക്കാൻ പോകുക കേട്ടോ. നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുള്ള നമ്മുടെ ഗ്രിൽ പാൻ കേട്ടോ ഇത്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം കുറച്ച് എണ്ണ തടവി വെക്കുക വേണ്ടത്. ഞാനിത് ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം എണ്ണ തടവി വയ്ക്കുക ചെയ്യാറ്. നമ്മുടെ ഗ്രിൽ പാനാണ്. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ചൂടുണ്ട് കേട്ടോ. ഇത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് ഹാൻഡിലൊന്നും ഹീറ്റ് പ്രൂഫ് അല്ല. ചെറുതായിട്ട് ചൂടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ച് വയ്ക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ട് മുഴുവൻ ഭാഗത്തും അപ്ലൈ ചെയ്ത് വയ്ക്കണം. കുറച്ച് എണ്ണ ഒഴിക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെളിച്ചെണ്ണയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ തുരുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എണ്ണ തേച്ച് വയ്ക്കുന്നത്. എല്ലാ സൈഡും എണ്ണ തേച്ച് വയ്ക്കാം. അടിഭാഗം കൂടെ എണ്ണ തേച്ച് വയ്ക്കുകയാണ്. ഇനി ഹാൻഡിലും എണ്ണ തേച്ച് വയ്ക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ ഈ പാൻ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ പാൻ ഒരുപാട് കാലം കേടൊന്നും വരാതെ ഇരിക്കും. അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. എല്ലാവർക്കും എൻ്റെ പുതിയ ഗ്രിൽ പാൻ ഇഷ്ടപ്പെട്ടില്ലേ? ആൽഫ ഗ്ലോബലിൻ്റെ നോൺ സ്റ്റിക്ക് കാസ്റ്റ് അയൺ ഗ്രിൽ പാനാണ് കേട്ടോ ഇത്. 10.5 ഇഞ്ച് സൈസാണിത്. ബ്ലാക്ക് കളറാണിത്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. കാരണം ഓയിലൊക്കെ കുറച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കണം എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഗ്രിൽ പാൻ മതി. അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇനി ഇങ്ങനെ വാങ്ങിക്കാൻ ഉദ്ദേശമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യട്ടോ. ഞാൻ ഇയറിൻ്റെ സെയിൽ വന്നതുകൊണ്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.